അൻവർ കോൺഗ്രസുമായും UDFുമായും സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. കന്റോൺമെന്റ് ഹൌസിൽ നടന്ന ചർച്ചയിലാണ് PV അൻവർ നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ 4 കോർഡിനേറ്റർമാരും പങ്കെടുത്തു. PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് അന്തിമ തീരുമാനം ചർച്ചയിലായില്ല. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സഹകരിക്കുമെന്ന് അൻവറും സംഘവും അറിയിച്ചിട്ടുണ്ട്. സഹകരണം ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ അൻവർ മുന്നോട്ട് വെച്ചു. ഇക്കാര്യങ്ങൾ കോൺഗ്രസിലും UDFിലും ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകി. PV അൻവർ ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ചർച്ചയിൽ സംതൃപ്തിയുണ്ടെന്ന് അൻവർ പ്രതികരിച്ചു. തൃണമൂൽ കോൺഗ്രസ് വിട്ട് UDFിൽ പോകില്ലെന്നും പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന് എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ നിലവിൽ വന്നുവെന്നും CPM ഭരണം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതേസമയം VD സതീശന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. PV അൻവറുമായി വിശദമായി സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസുമായും UDFുമായും സഹകരിച്ചു നിൽക്കും. അത് സംബന്ധിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കോൺഗ്രസിലും UDFിലും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും. ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സഹകരണം ഞങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. മുന്നണിയുമായി ആലോചിക്കാതെ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് പറയാനാകില്ല. എല്ലാ UDF ഘടകകക്ഷികളുമായും ചർച്ച ചെയ്ത ശേഷമേ മുന്നണി പ്രവേശനം സംബന്ധിച്ച് തീരുമാനം എടുക്കാനാകൂ. കോൺഗ്രസും UDFും പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും PV അൻവർ പരിപൂർണ പിന്തുണ നൽകും. അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കും. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി UDFിനില്ല. 9 വർഷം നിലമ്പൂരിൽ MLA ആയിരുന്ന അൻവറിന്റെ പിന്തുണ UDFിന് ഗുണം ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. മാത്രമല്ല, എന്ത് വിഷയം ഉണ്ടായാലും മതപരമാക്കാനാണ് ശ്രമിക്കുന്നത്. കശ്മീർ ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ, ഇന്ത്യയിലെ തന്നെ സംഘടനയാണോ എന്ന് അന്വേഷണം നടത്തി കേന്ദ്ര സർക്കാരാണ് പറയേണ്ടത്. അതിനു മുൻപ് ചർച്ച നടത്തി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ ഭീകരവാദികളാണെന്ന് പറയുന്നതും ശരിയല്ല. ഗുജറാത്തിൽ കലാപം നടത്തിയതിന്റെ പേരിൽ ഹൈന്ദവരെല്ലാം ഭീകര സംഘടനയാണെന്ന് പറയാൻ സാധിക്കുമോ? പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് എല്ലായിടത്തുമുള്ളത്. ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോരുത്തർ ചാടി വീഴുകയാണ്. മുനമ്പം വിഷയത്തെ പോലും വർഗീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. രാജ്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് കശ്മീരിൽ ഉണ്ടായത്. അതിനെ ശക്തമായി അപലപിക്കുകയും അത്തരം ശക്തികളെ ഇല്ലാതാക്കുകയുമാണ് വേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ PV അൻവർ സന്ദർശിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആദ്യം ഇവിടെ വന്ന ശേഷമാകും പ്രചരണത്തിന് തുടക്കം കുറിക്കുക എന്നാണ് അൻവർ പറഞ്ഞത്. പിണറായിസവും ആശാവർക്കർമാരുടെ സമരവുമാകും നിലമ്പൂരിൽ ആദ്യം ചർച്ചയാകുക എന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതേസമയം നിലമ്പൂരിൽ UDFിൽ യാതൊരുവിധ പ്രതിസന്ധിയുമില്ലെന്നും സ്ഥാനാർത്ഥി ആരായാലും 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുമാണ് മുസ്ലിം ലീഗിന്റെ വാദം. അൻവർ രാജിവെച്ചതിനു പിന്നാലെ തന്നെ മുന്നണി മണ്ഡലത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ വിജയത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മയിൽ മുത്തേടം വ്യക്തമാക്കിയത്.